രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സംസ്ഥാന വ്യാപകമായി CPM-ഉം BJP-യും ഒക്കെ പ്രതിഷേധ പരിപാടികൾ ഇന്നത്തെ ദിവസവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ MLAക്ക് ഇന്ന് ഉണ്ടായിരുന്ന ഔദ്യോഗിക പരിപാടികൾ ഒക്കെ റദ്ദാക്കി. ഒരു ലോങ് മാർച്ച് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു, അത് വേണ്ടെന്ന് വെച്ചു. നൈറ്റ് മാർച്ച് ഒഴിവാക്കി. രാഹുലിന്റെ വീടിന് പോലീസ് സുരക്ഷ ശക്തമാക്കി. അതേസമയം ഇതൊന്നും ബാധിക്കുന്നതേയില്ല. രാജി ആവശ്യം തള്ളുകയാണ് കോൺഗ്രസ്. LDF-ലെ MLA-മാർ ആരോപണ വിധേയരായപ്പോൾ രാജിവെച്ചില്ലല്ലോ എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഇതിനെല്ലാം പ്രതിരോധിക്കുന്നത്. എല്ലാം പുകമറ മാത്രമാണെന്നും രാഹുലിനെതിരെ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലാണെന്നും ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് രാഹുലിന് വേണ്ടി സംസാരിക്കുന്ന ഒരു ആദ്യത്തെ ശബ്ദമായിട്ടാണ് ഇത് കേൾക്കുന്നത്. VK ശ്രീകണ്ഠൻ MP ആണ് പ്രതികരിച്ചത്. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി നിർദ്ദേശിച്ചപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാഹുൽ ഒഴിഞ്ഞതെന്നും VK ശ്രീകണ്ഠൻ പറയുന്നു. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയല്ല പറഞ്ഞത്. തന്നോട് ആരും രാജി ആവശ്യപ്പെട്ടിട്ടില്ല, മറിച്ച് തന്റെ സഹപ്രവർത്തകർ പ്രതിരോധത്തിലാവാൻ വേണ്ടി താൻ തൽക്കാലം രാജിവെക്കുന്നു, തെറ്റ് ചെയ്തത് കൊണ്ടല്ല എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇന്നലെ രാജി പ്രഖ്യാപിച്ചത്. പക്ഷേ VK ശ്രീകണ്ഠൻ പറയുന്നത് പാർട്ടി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രാജി എന്നായിരുന്നു. ആരോപണങ്ങൾ പാർട്ടി അന്വേഷിക്കുമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. അതേസമയം ഇന്ന് ഈ പ്രസ്താവനയ്ക്കിടെ ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ ഈ പരാതി ഉന്നയിച്ച സ്ത്രീകളെ VK ശ്രീകണ്ഠൻ MPയുടെ ഭാഗത്തു നിന്ന് അപമാനിക്കുന്ന തരത്തിലൊരു പരാമർശമുണ്ടായി. അർദ്ധവസ്ത്രം ധരിച്ച മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ, ഈ പരാതിക്കാരുടെ ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നതായിരുന്നു ചോദ്യം. അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാലോ, ഇല്ലേ? ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത്? ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ. ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട്, എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ, പുറത്തു വരും, എല്ലാ കാര്യങ്ങളും വരും. പരാതി പറയുന്നവരെ അപമാനിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നതൊക്കെ എപ്പോഴും നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തിക കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അവന്തിക, ഇന്ന് ഒരു മണിക്കൂർ മുൻപ് അവന്തിക ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലും ഇത് തന്നെയാണ് പറയുന്നത്. ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെ മാനസികമായി തകർക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് പലരും കമൻറ്റുകൾ ഇടുന്നത്. ഇരയോടൊപ്പമല്ല, മിക്കവാറും ആരാണോ ആക്രമിച്ചത് അയാൾക്കൊപ്പം നിൽക്കുന്നതാണ് പൊതുവെ കണ്ടുവരുന്നതെന്ന് അവന്തികയുടെ പോസ്റ്റ് വായിച്ച് കഴിഞ്ഞാണ് ഇപ്പോൾ VK ശ്രീകണ്ഠൻ MPയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പ്രതികരണം കൂടി കേൾക്കുന്നത്. അതായത് പരാതിക്കാരിയുടെ വേഷം, അതൊക്കെ വലിയ പ്രശ്നമാണ്. അവന്തിക എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും. കാരണം ഈ VK ശ്രീകണ്ഠൻ MPയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന രീതിയിലുള്ള സംസാരമാണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റി അളക്കാനുള്ള അതിന്റെ മാന്യതയില്ലായ്മ അളക്കാനുള്ള അളവുകോള് വി ശ്രീകണ്ഠൻ MPക്ക് ആരാണ് കൊടുത്ത് എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഒരാളുടെ ഇഷ്ട വസ്ത്രം ധരിക്കാനും വസ്ത്രത്തിൽ നടക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്നതാ. ഒരാൾ ഒരു പ്രശ്നമുണ്ടായാൽ തുറന്ന് സംസാരിക്കുമ്പോൾ അതേ വസ്ത്രത്തിന്റെ പേരിൽ, അത് ആരുടെ മന്ത്രിമാരുടെ കൂടെ ഫോട്ടോ എടുത്തതിന്റെ പേരിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് തന്നെ അധിക്ഷേപിക്കുമ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഇപ്പൊ ഇത് മറ്റുള്ള വ്യക്തികൾക്ക് ഒരു പ്രചോദനമാകും. അത് ഏറ്റെടുത്ത് ഇനി എത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് നേരിടേണ്ടി വരിക എന്നുള്ളത് നമുക്കറിയില്ല. ഇന്നലെ അവന്തിക News 18-ലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ ശേഷം അവന്തികയുടെ അവസ്ഥ എന്താണ്? എന്നെ സൈബർ ഇടത്തിൽ ഫുള്ളായിട്ട് എന്റെ പേഴ്സണൽ ലൈഫിലേക്ക് കയറിയിട്ടും എന്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകളിലെ പേഴ്സണൽ ഫോട്ടോ വെച്ചിട്ട് ട്രോളുകൾ ഇറക്കുകയും മാത്രമല്ല ആ ന്യൂസിന്റെ ഒക്കെ അടിയിൽ വന്നിട്ട് എന്ത് വികൃതമായ രീതിയിലാണ് കമന്റുകളെന്ന് എനിക്ക് വായിക്കാൻ പോലും കൊള്ളില്ലാത്ത രീതിക്കുള്ള കമന്റുകളാണ്. എന്റെ മാനസികാവസ്ഥ വളരെ താളം തെറ്റിയ സ്ഥിതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മളൊരു പരാതി പറയുമ്പോൾ ആ ഇരയോടൊപ്പം നിൽക്കേണ്ടതാണ് നമ്മളെന്ന് ആർക്കും ഇപ്പം അവര് വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന വ്യക്തികളാണ്. കാരണം വെച്ചാൽ അവര് ആ MLA എന്നുള്ള പ്രിവിലേജും ഒരു ആണ് എന്നുള്ള പ്രിവിലേജും അവരത് ആ ഒരു പേരില്
വല്ലാണ്ട് മറ്റുള്ള ഇരകളെ ചൂഷണം ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. വല്ലാത്ത താളം തെറ്റിയ ഒരു അവസ്ഥയിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് നമുക്കെതിരെ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവന്തിക്ക് അതിന് മുമ്പ് വരെ കോളുകൾ വന്നിരുന്നു. ഇങ്ങനൊരു കാര്യത്തിലേക്കൊന്നും പോകരുത് എന്നാവശ്യപ്പെടാനാണെന്ന് തോന്നുന്നു കോളുകളൊക്കെ വന്നിരുന്നു. അതിനുശേഷം ആരെങ്കിലും അവന്തികയോട് സംസാരിച്ചിരുന്നോ ഇതുമായി ബന്ധപ്പെട്ട്? ആരും തന്നെ എന്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് പാർട്ടിയിൽ ആരും തന്നെ സംസാരിച്ചില്ല. പക്ഷെ ഈ സൈബർ ഇടങ്ങളിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത രീതിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കമന്റുകൾ വൾഗറായി ചിത്രീകരിക്കുകയും നമ്മളെ പരാതി പറഞ്ഞ ആളുകളെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്ഥിരം പാറ്റേൺ ആണ് അല്ലേ? പൊതുവെ പരാതി പറഞ്ഞാൽ ഉടൻ അവരെ അങ്ങ് മോശക്കാരികളാക്കിയാൽ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. അതിപ്പോൾ റിനി ആയാലും അവന്തികയായാലും. അതെ, അതാരായാലും അത് ഇത്തരം ആളുകളുടെ ഒരു സംഘടിതമായ ഒരു ലക്ഷ്യമാണ്. അതിനിപ്പോ നേതൃത്വം കൊടുക്കുന്ന രീതിക്കാണ് ഈ VK ശ്രീകണ്ഠൻ MPയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. ഇതൊക്കെ വളരെ മോശമാണ്. VK ശ്രീകണ്ഠൻ MPയുടെ പ്രതികരണം തീർച്ചയായും പരാതി നൽകുന്ന ആളുകളെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണെന്ന സംശയം വേണ്ട. അവന്തികയാണ് സംസാരിച്ചത്. ഇന്നലെ അവന്തികയും ഈ പരാതി പറഞ്ഞതിന് ശേഷം ന്യൂസ് 18ലൂടെ അവന്തിക തനിക്കുണ്ടായ മോശം അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടുന്നു എന്നാണ് അവന്തിക അല്പം മുൻപ് ഫേസ്ബുക്കിൽ തന്നെ എഴുതിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നമ്മൾ VK ശ്രീകണ്ഠൻ MPയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കേൾക്കുന്നത്. പലപ്പോഴും ഇതൊരു ആഹ്വാനമായി കൂടി മാറും. അദ്ദേഹത്തിൻ്റെ അണികൾ, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്കൊക്കെ ഇനി അല്പവസ്ത്രധാരിയായി മന്ത്രിമാർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തില്ലേ എന്ന ആ കോട്ട് ഇനി ഒരുപാട് തവണ സൈബർ ഇടങ്ങളിലൊക്കെ നമ്മൾ ആവർത്തിക്കപ്പെടും. അപ്പോഴും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ പരാതി പറയാൻ തയ്യാറാവുന്നത് എന്നതാണ് അതിലേറ്റവും പ്രധാനം. പക്ഷേ ഏറ്റവും കാര്യമായൊരു പ്രശ്നമുള്ളത് നിയമത്തിന് മുന്നിലേക്ക് ഒരു പരാതിയുമായി ഇവരിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നതാണ്. അങ്ങനെ വന്നില്ലെങ്കിൽ തൽക്കാലം ധാർമ്മികമായ കാര്യങ്ങളൊക്കെ മുൻനിർത്തിയാണെങ്കിൽ തൽക്കാലം സംഘടനയുടെ ചുമതലയിൽ നിന്ന് മാറിയാൽ മതി, MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നൊരു വാദം ഉന്നയിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുകയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ളവർ. ആ പ്രതിരോധത്തിനൊപ്പമാണ് VK ശ്രീകണ്ഠൻ MPയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള തരം താണ പരാമർശങ്ങൾ കൂടി ഉണ്ടാകുന്നത് എന്നതാണ് ഖേദകരം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്.